ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നെക്കാൾ മുന്നേ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എൻ്റെ പിമ്പിളാണ്. മുഖത്ത് അത്യാവശ്യം വലിയൊരു പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അലർജിൻ്റെ കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ നാളെ ട്രിച്ചിയിൽ പോവുകയാണല്ലോ. അപ്പോൾ ട്രിച്ചിയിൽ പോകുന്ന വിവരമൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു അതന്ന് പോയി മമ്മ ഇനി വീണ്ടും പോവാ. രണ്ടാമത്തെ സെക്കൻഡ് സെമ്മിന്റെ എക്സാം ആണ്. അപ്പൊ അതിന് വേണ്ടി പോകുന്നതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 7-ാം തീയതി തിരിച്ചു പോരും, 8-ാം തീയതി ഇവിടെ എത്തും. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും എന്താണെന്നറിയില്ല, ഹോം സിക്നെസ് എനിക്ക് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ചധികം ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഒറ്റപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും. അങ്ങനത്തെ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. സാധാരണ ഞാൻ എവിടെ പോവുകയാണെങ്കിലും, ഈവൻ ഇനി ട്രെയിനിങ്ങിനോ എന്തിന് പോവുകയാണെങ്കിലും എൻ്റെ മക്കളും കെട്ടിയവനും കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ എൻ്റെ അത്രയും സമയം പഠിക്കാനുള്ള കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊക്കെ പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, ഫൈക്കാക്കൂന് ഓഫീസുണ്ട്, ഇവമോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഇവരായിട്ട് പോകുന്ന റിസ്ക് ആണ്. പിന്നെ ഇനബേബിനായിട്ട് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് പോകുമ്പോൾ നോക്കാൻ ആളില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പം ഞാൻ ഫുള്ള് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയാലോ, എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലർജിൻ്റെ ഇഷ്യൂ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അലർജിൻ്റെ മെഡിസിൻസൊക്കെ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അലർജിൻ്റെ മെഡിസിൻസ് കുറച്ചും കൂടെ അതിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് അലർജിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് അവിടെ പോയിട്ട് മെഡിസിൻസ് പ്രോപ്പറായിട്ട് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അലർജി വീണ്ടും തിരിച്ചു വരും. ഇപ്പോൾ അൽഹംദുലില്ലാ അലർജിൻ്റെ ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് നല്ല വ്യത്യാസം മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ രണ്ടുപേരെയും നന്നായിട്ട് തലയൊക്കെ കോംബ് ചെയ്ത് കുളിപ്പിക്കണം. ഞാൻ രാത്രിയാണ് രണ്ടുപേരും കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും അവരെ തല നനയ്ക്കാറില്ല. ഒന്നാമത്തത് എപ്പോഴും മുടി എന്താ പറയുക, വാഷ് ചെയ്യുന്ന അത്ര നല്ല കാര്യമില്ല. എണ്ണ തേച്ച് കുളിപ്പിക്കൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ, മീൻസ് വീക്കിലി വൺസൊക്കെ ഉള്ളൂ ഞാൻ അവരെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാം. അപ്പോൾ എന്തായാലും എണ്ണ തേച്ച് കുളിപ്പിക്കണം. ഇനബേബിനെ കുളിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവൾക്ക് പനിയാണ്. അപ്പോൾ അവൾക്കുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. എനിക്കിനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഒന്നാമത് എനിക്ക് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ എപ്പോഴും നേരത്തെ പ്രിപ്പയർ ആവുക എപ്പോഴാണ്, നമുക്ക് പോകാനൊക്കെ നല്ല താല്പര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ആവുക. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെയല്ല, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ലാസ്റ്റ് ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്, രാത്രി 10:30 കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഇനി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസൈനർ ദേവി ചേച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ ഒന്നാമത് റിംഗ് ലൈറ്റ് കുറച്ച് പ്രശ്നമുണ്ട്, അത് താഴെ വെച്ചിട്ട് അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതൊരു മാക്സിയാണ്. പക്ഷേ നമ്മൾ സാധാ ചുരിദാർ അടിക്കുന്ന ആ ഒരു ക്ലോത്ത് കൊണ്ട് അടിച്ചിട്ടുള്ള ഒരു മാക്സി കേട്ടോ. അങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് ഒരു സൗകര്യമില്ല. ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് ഒരു മാക്സിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ കാണിച്ചായിരുന്നു പാൻറ്റ്, ഇതൊക്കെ അടിച്ച് കിട്ടി. പിന്നെ എന്താ പറയുക, ഇന്ന് ഞാൻ പോകുമ്പോൾ ഇടാൻ ടോപ്പ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ടോപ്പ്. ഞാൻ ആകെ ഒരു ജീൻസ് മാത്രം കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കണം, ഒറ്റ ജീന്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ അധികം നമുക്കിങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങാനും പുറത്തിറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം ഒന്നും പഠിക്കാതെ പോകാണ്ട് ഞാൻ ഫുൾ അവിടെ ചെന്നിട്ടായിരിക്കും പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒരു വൈറ്റ് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ജസ്റ്റ് ഫുള്ള് പ്ലെയിനാണ്. ഇങ്ങനെ ഒരു ചെറിയ ഒരു കൈൻഡ് ഓഫ് ഒരു ത്രെഡ് വർക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ക്ലോത്ത്. പിന്നെ ഇതും ഇവരുടെ ട്രെൻഡ്സ് എന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതും ഇതുപോലൊരു ലോങ് ടോപ്പ് ഉണ്ടോ, ഇങ്ങനെ ഒരു ലോങ് ടോപ്പ് പ്ലെയിനാണ് കണ്ടോ. ഒരു പ്ലെയിൻ ടോപ്പ്, ഒരു ലോങ് ടോപ്പ് വാങ്ങിച്ചു. ഇവിടെ ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ എന്തൊക്കെയോ ഒരു മിറർ വർക്ക്സ് പോലെയൊക്കെ ഉണ്ട്. മിററല്ല, എന്തോ ഒരു ഇതൊക്കെ ഇതിന് പറയുക എനിക്ക് അറിഞ്ഞൂടാ. ഒരു ലേസ് വർക്ക് പോലെയൊക്കെ വരുന്നുണ്ട് ടോപ്പ്. ഇത് പക്ഷെ നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടുക്കും കൂടെ ഒരു ഒറ്റൊരു ജീൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താണ്
ഞാനൊന്നും സത്യം പറഞ്ഞാൽ പ്രിപ്പയർഡ് ആയിട്ടില്ല. അത് രണ്ടുമാണ് ഇപ്പം ഞാൻ പോകാനായിട്ട് ഞാനിപ്പം വാങ്ങിച്ചത്. പിന്നെ ഒരു അബായ വാങ്ങിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ എൻ്റെ കോസ്മെറ്റിക് പ്രൊഡക്ട്സാണ്. കോസ്മെറ്റിക്സൊക്കെ നിറഞ്ഞങ്ങട്ട് തുളുമ്പിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്രീം കാര്യങ്ങൾ ഫൗണ്ടേഷൻസ് ഒന്നും മുഖത്ത് തേക്കാൻ പറ്റില്ല. തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിമ്പിൾസ് പൊന്തും. ഇതന്നെ ഞാൻ ഒരു പുതിയ പരീക്ഷണം നടത്തിയതാണ്. ഡോക്കിൻ്റെ ഒരു 2% കോജിക് ആസിഡ് ഉണ്ടല്ലോ, നൈറ്റ് ക്രീം. അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ വാങ്ങിച്ച് തേച്ചതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഒരൊറ്റ ദിവസത്തെ ആപ്ലിക്കേഷൻ രാത്രി അപ്ലൈ ചെയ്തതിലാണ് വലിയൊരു പിമ്പിൾ വന്നത്. അപ്പോൾ എന്താണേലും ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തേക്കാറില്ല. ജസ്റ്റ് സൺസ്ക്രീന്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഇതുപോലെയുള്ള ഒരു കോമ്പാക്റ്റ് പൗഡർ. അപ്പോൾ ഞാൻ ലാക്മിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് എനിക്ക് ഓൺലൈനിൽ ഡെലിവർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ. സൂപ്പർ സ്റ്റേ മാൾസിൻ്റെ ഒരു എന്താ പറയുക സിൻഫുൾ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. ഇത് സംഭവം നല്ല രസമുണ്ട്. ഞാൻ ആ ഷെയ്ഡ് കണ്ടപ്പോൾ വാങ്ങിച്ചായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. സൂപ്പർ സ്റ്റേ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരി. പക്ഷെ എൻ്റെ ലിപ്പ് കണ്ടങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ മാത്രമേ പോയുള്ളൂ. അതാണിത് ഈ പോലെയുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്രശ്നം. പിന്നെ ഞാൻ ഇന്ന് അർജൻറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ 2 സാധനം. ഇതാണ് ഞാൻ തേക്കുന്ന സൺസ്ക്രീന്. ഇത് യൂവിക്കോസ് IR എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനും പിന്നെ അതുപോലെ തന്നെ ഇത് ഒബ്രിൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നൈറ്റ് ക്രീമുമാണ്. ഇതാണ് ആക്ച്വലി എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ മൗലാനയിലെ ഒരു ബേബി ഷാന എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ എനിക്ക് എഴുതി തന്നതാണ്. എൻ്റെ മുഖത്ത് നല്ല പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നല്ല ഡാർക്ക് ആയിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞത് ആക്ച്വലി ഇത് തേച്ചപ്പോഴാണ്. സൺസ്ക്രീന് നമ്മൾ ഡെയിലി തേക്കണം. ഡെയിലി തേച്ചാൽ മാത്രമേ നമ്മുടെ മുഖം ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ അതുപോലെ ഇത് നൈറ്റ് ക്രീമായിട്ടും ഇത് എന്തോ ഒരു സ്കിൻ സിറാണ് കേട്ടോ. സിറം എന്ന് പോലെ സ്കിൻ സിറം ആണ്. പിന്നെ ഇത് എന്തോ സ്കിൻ റേഡിയൻസ് ആൻഡ് റിപ്പയർ ആണ്. റേഡിയൻസ് ആൻഡ് റിപ്പയർ ഒരു ഗ്ലോ വരാനും റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഒരു ക്രീമും കൂടെ ഉണ്ടായിരുന്നു. ഇത് തേക്കുന്നതിൻ്റെ മുന്നേ ഒരു 1/2 an hour ഇങ്ങനെ ഈ പ്രശ്നങ്ങളുള്ള ഏരിയാസിൽ തേച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമും കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് തീർന്നു. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഞാൻ പുതിയ തന്നെ വാങ്ങിച്ചു. ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ ചെറുതാന്ന് തോന്നുമെങ്കിൽ കൂടെ ഇതിൻ്റെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ മേലെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഏകദേശം 750 സംതിങ് ഒക്കെ ഇതിൻ്റെ റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ദിമ്മ തന്നെ ഉണ്ട് 899. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 899 ഏകദേശം 900 രൂപ ഉണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് 800 രൂപയാണ് ഈ ഒരു സൺസ്ക്രീനിന് കേട്ടോ. ഇത് രണ്ടും പുറത്തുനിന്ന് നമുക്ക് കിട്ടൂല. ഞാൻ നോക്കിയായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. പക്ഷെ അത് പുറത്തുനിന്ന് കിട്ടൂല. അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ കിട്ടുന്ന മെഡിസിനാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. ഇപ്പം ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ല. ഡോക്ടർ ലീവാണ്. ഇന്ന് നാളെ ലീവാണ്. എന്തോ സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയതാന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ ഈ സാധനം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ സാധനം പകർന്ന് എല്ലാ സ്ഥലത്തേക്കും എത്തുമോ എനിക്ക് സംശയമുണ്ട്. ഇവിടെ പുതിയൊന്നും പോപ്പ് ഔട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ എൻ്റെ പ്രശ്നം എന്താ പറയുക, ഈ കുരു വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ അവിടെ വെക്കൂല. ഞാനതിങ്ങോട്ട് പൊട്ടിച്ച് കളയും. ഞാൻ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. എൻ്റെ പൗച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് തന്നെ എന്തിനാ ഇത്രയൊക്കെ സാധനങ്ങൾ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും. ഇതാണ്. ഇത് പിമ്പിൾ പോപ്പറാണ് കേട്ടോ. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വലിച്ചു കഴിഞ്ഞാൽ പിമ്പിൾ പോരും. ഈ സാധനം അത് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിമ്പിൾ പോപ്പറാണ്. ഇതിൻ്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതായതുകൊണ്ട് അത് വലിച്ചു പൊട്ടിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായ സാധനം കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ അപ്ഡേഷൻസ്. അപ്പോൾ ഇന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം, എന്നിട്ട് പോകണം. എൻ്റെ ട്രോളിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചളിയും പൊടിയും പിടിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ട്രോളിമേലൊക്കെ ഫുള്ള് എന്താ പറയുക, ഇതാ കണ്ടോ ട്രോളിൻ്റെ അവസ്ഥയാണത്. ഫുള്ള് മാറാലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തടിയല്ല പൊടി തട്ടിയെടുക്കണം. കണ്ടോ ഫുൾ ഓഫ് മാറാലയാണ് കാണണ്ടല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് എനിക്ക്. അതൊക്കെ തുടച്ചിട്ട് ഡ്രസ്സുകൾ ഓരോന്ന് മടക്കി സാധനങ്ങൾ എടുത്തു വെക്കണം, ബുക്സ് എടുത്തു വെക്കണം, യൂണിഫോം എടുത്തു വെക്കണം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്ടിക് പണി തന്നെ എനിക്ക് ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ എന്താ പറയുക, നല്ല വിഷമമുണ്ട് എനിക്ക്. കാരണം പോകുന്നത് ഞാൻ ഒറ്റക്കാണല്ലോ, അതാലോചിച്ചിട്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോ സാധനമാണ്. ഐബ്രോ ലൈനർ ഉണ്ടല്ലോ, അത് വരക്കണേണത്.
ഇതിങ്ങനെ ഇപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ്സാണ് ഒന്നും കൂടെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഞാൻ പിന്നെ വീണ്ടും ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണ് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കഥ. പിന്നെ എൻ്റെ പ്രസൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ കാണിച്ചിട്ട് ഞാൻ തൽക്കാലം നിർത്താം കേട്ടോ. എൻ്റെ പ്രസൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇത് രണ്ടും ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് രണ്ടും പിൽഗ്രിമിൻ്റെ ലിപ്സ്റ്റിക്ക് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെ ന്യൂഡ് ഒബ്സെസ്ഡ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുമെന്ന് തോന്നുകയില്ല, ഭയങ്കര നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ് ന്യൂഡ് ഒബ്സെസ്ഡ്. പിന്നെ ഇത് ബോസി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ചൊക്കെ ഒരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് സാധനമാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. എന്താണ് BRWN ബ്രൗണിൻ്റെ പ്രോ മെലാനിൻ കെയറിൻ്റെ ന്യൂട്ടല്ല എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ലിപ്പിന് നല്ല മാച്ച് ആവുന്നൊരു ഷെയ്ഡാണ് ഇത്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്കിന്ന് കിടന്നുറങ്ങാൻ. ഓക്കെ. പിന്നെ ഇന്ന് വന്ന വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാമാണ് കേട്ടോ. ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കസിൻ എനിക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ സെബാമെഡിൻ്റെ ലിപ് ബാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. കാരണം സെബാമെഡിൻ്റെ ഞാൻ ഇതിൽ നോക്കി, ആമസോണിൽ നോക്കി, ഫ്ലിപ്കാർട്ടിൽ നോക്കി, പിന്നെ അതുപോലെ തന്നെ പേർപ്പിളിൽ നോക്കി. 3 എണ്ണത്തിലും എൻ്റെ സ്ഥലത്തേക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നൈക്കയിൽ നോക്കി. നൈക്കയിൽ ഡെലിവറി ഉണ്ട്, പക്ഷേ ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് എനിക്കറിയില്ല. ഞാൻ എക്സാമിന് പോകുമ്പോൾ അവിടെ നിന്ന് കയറിക്കൊണ്ട് ഡെലിവറി വരിക. അപ്പോൾ പെട്ടെന്ന് കിട്ടണ ലിപ് ബാം ഇതാണ്. സെറാമൈഡിൻ്റെ ലിപ് ബാം, ടിൻറ്റഡ് ലിപ് ബാം ആട്ടോ. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ലാത്ത ഒരു ലിപ് ബാം. ഓക്കെ. അപ്പോൾ ഇതുമാണ് ഇന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന പാർസൽ. അപ്പോൾ മൈ ഡിയേഴ്സ് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ട്രിച്ചിയിൽ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക. പരീക്ഷ നന്നായിട്ട് വിജയിച്ച് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, എന്തോ ഒന്നും കൂടെ ഉണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ് മൈ ഡിയേഴ്സ്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ശരി, ബൈ.